നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഇന്ന് എൻ്റെ എത്രമാത്രം സന്തോഷം എന്ന് വിചാരിക്കണ്ട. ഞാൻ അതിന്റെ കാര്യങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. എല്ലാത്തിനും മുമ്പ് നമുക്ക് ഗണങ്ങളുടെ നാഥനായ ഗണപതിയെയും ഭഗവാന്റെ നാമങ്ങളും ചൊല്ലിയിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അത് തുടങ്ങിയിട്ട് ഞാൻ എല്ലാം വിശദമായി പറയുള്ളൂ. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എന്റെ മുഖത്ത് ഭയങ്കരമായിട്ടൊരു ചൈതന്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് റീൽസിലും യൂട്യൂബിലും ക്ലാസ്സിലും ഒക്കെ കുംഭമേളയെ പറ്റി വർണ്ണിച്ച് കഥ പറഞ്ഞ് എന്നെ ഭഗവാൻ അവിടെ എത്തിച്ചു. എന്താ അത്ഭുത! എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഭഗവാൻ വിചാരിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായാൽ മതി. ഞാൻ നിങ്ങളോടൊക്കെ പറയൂലേ, നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കരുത്, ഭഗവാനെ കൂടി ഉണ്ടാവണേ അല്ലേ. അതിന്റെ ഒരു ദൃഷ്ടാന്ത തെളിവ് ഞാൻ അങ്ങനെ കുംഭമേളയിൽ പോയി. ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു സംഘം ഗുരുവായൂരിന്ന്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഗുരുവായൂർ കണ്ണനെ എടുത്ത് നടക്കുന്ന ഒരു ഉണ്ണിക്കണ്ണന്റെ അമ്മ 5 വർഷമായി ഡോക്ടർ നളിനി മാധവ്, അവരുടെ നേതൃത്വത്തിൽ ഒരു 10 പേരടങ്ങുന്ന സംഘം ഞങ്ങൾ പോയി. ശിവരാത്രിയുടെ തലേ ദിവസം ഞങ്ങൾക്ക് അവിടെ സ്നാനം ചെയ്യാൻ പറ്റി. അതായത് തിരുവല്ലാമല ഏകാദശിയുടെ അന്ന് ഞങ്ങൾ അവിടെ സ്നാനം ചെയ്തു. എന്തു മഹത് ഭാഗ്യല്ലേ! ഓരോ നിമിഷവും ഞാൻ അതാ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ്. ഭഗവാനെ നന്ദി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ ഓരോരോ എപ്പിസോഡായിട്ട് നിങ്ങളോട് ഓരോ വിശേഷങ്ങൾ കുംഭമേളയെ പറ്റി ഞാൻ പോയ അനുഭവങ്ങൾ പറയാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഈ ഗീതാമൃതത്തിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? 3-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കർമ്മയോഗം. 3-ാമത്തെ അധ്യായം നമ്മൾ ഭഗവാന്റെ കർമ്മയോഗമാണ് നമ്മൾ പഠിപ്പിച്ചത്. അതില് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് 10 എണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉദ്ധരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ചാഞ്ചല്യത്തെ മാറ്റി ആ മനസ്സിനൊരു ശക്തി, ശരീരത്തിനൊരു എന്താ പറയാ പ്രസരിപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഭഗവാൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞതിൽ ഞാൻ 10 പറഞ്ഞിരുന്നത്. ഈ ഇതിൽ ഞാൻ 11-ാമത്തെ കൂടി തുടങ്ങാം. ദേവാൻ ഭാവയാതേനേന തേ ദേവാ ഭാവയന്തു വ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവ്യാപ്സ്യതാ. എന്താ പറയണത്? ആരോടാ പറയണതൊക്കെ? ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയാണ്. അപ്പൊ 10-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, നീ യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ഈ യജ്ഞഭാവം നിങ്ങളെ ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവുമായി തീരും അല്ലെ. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, ഞാൻ ചെയ്യുന്ന യജ്ഞം, ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ ചെയ്യുന്ന യജ്ഞമായിരുന്നു ഈ ഗീതാമൃതം പറയലും ആധ്യാത്മിക ക്ലാസ് എടുക്കലും ഭഗവത്ഗീത പഠിപ്പിക്കലും ഫേസ്ബുക്കില് സനാതന ധർമ്മത്തെ ഉത്ബോധിപ്പിക്കുന്ന നാമങ്ങൾ റീൽസായി ഇടലും എല്ലാം ഞാൻ ചെയ്ത യജ്ഞമായിരുന്നു എന്ന് എനിക്ക് ഈ നിമിഷം തോന്നുന്നു. ഭഗവാൻ പറഞ്ഞു, യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ഈ യജ്ഞഭാവേന നിങ്ങളുടെ ഇഷ്ടങ്ങളെ കാമധേനുവാകട്ടെ എന്ന് ഇഷ്ടങ്ങളെ തരുന്ന ഈ നിങ്ങൾ ചെയ്യുന്ന ഓരോ യജ്ഞവും ഭഗവാൻ അർജുനനോട് 3-ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് നമ്മുടെ ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവിനെ പോലെ ആകട്ടെ. കാമധേനു എന്താണ്? പറയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ദേവേന്ദ്രന്റെ കൊടുത്തിരുന്നതാണ്. അതേപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിച്ച ഇത്രയും ദൂരം 6 സംസ്ഥാനങ്ങൾ കടന്ന് 2400 കിലോമീറ്റർ അങ്ങോട്ടും 2400 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഇത്രയും നല്ല ഒരു പുണ്യ സ്നാനത്തിന് ഭഗവാൻ എനിക്ക് അനുഗ്രഹം നൽകിയില്ലേ. നന്ദി പറഞ്ഞാലും പോരാ എനിക്ക്. അപ്പൊ 11-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയാണ്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവാ. എന്താ പറഞ്ഞ? യജ്ഞം കൊണ്ട് ദേവന്മാരെ നിങ്ങൾ പോഷിപ്പിച്ചാലും
ചിദാനന്ദപുരി സ്വാമികൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഈ ഒരാഴ്ച മുഴുവനായിട്ട് സ്വാമിയുടെ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹം പറയും 4 എന്താ പറയാ ധർമ്മങ്ങളുണ്ട് ഒരു മനുഷ്യൻ. അതിലൊരു യജ്ഞകർമ്മം വരുന്നുണ്ട്. ആ യജ്ഞകർമ്മത്തില് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ എല്ലാവരോടും ഞാൻ ക്ഷണിച്ചിരുന്നു. നല്ല സദസ്സ് തന്നെയായിരുന്നു. അദ്ദേഹം വന്ന് 7 ദിവസവും ഞാൻ ക്ലാസ് എടുക്കുന്ന ആധ്യാത്മിക ക്ലാസ്സുകൾ എടുക്കുന്ന ചിരാങ്കുളങ്ങര പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ ചിരാങ്കുളങ്ങര അമ്പലത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, മഹനീയ സാന്നിധ്യം ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും പ്രഭാഷണം കേൾക്കാമോ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ മറുപടി പറഞ്ഞ് നമുക്കൊക്കെ ഒരു വിവരം എല്ലാവർക്കും എത്തിച്ചു തരികയും ചെയ്തു. ആ പൂജനീയനായ ഗുരുവിന്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. ഓർത്തുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്. 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ, യജ്ഞം കൊണ്ട് ദേവന്മാരെ നിങ്ങൾ പോഷിപ്പിച്ചാലും അപ്പൊ എന്താ ഉണ്ടാവുക? ദേവാൻ ഭാവയ താനേന തേ ദേവാ ഭാവയന്തുവാ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവ്യാപ്സ്യത. എന്താണ്? ദേവന്മാർ അപ്പോ എന്താ ചെയ്യാ? ദേവന്മാർ സംപ്രീതരാവും. നമ്മൾ യജ്ഞം കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കുമ്പോൾ ദേവന്മാർ നമ്മളിൽ സംപ്രീതരാവുകയും ദേവന്മാരപ്പോ നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രേയ പരമവ്യാപ്സ്യത, നിങ്ങൾക്ക് പരമമായ ശ്രേയസ്സിനെ നിനക്ക് പ്രാപിക്കാം അർജുന എന്ന് പറയാൻ 11ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് അർജുന, നീ യജ്ഞം കൊണ്ട് ദേവന്മാരെ, ഇവരെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ദ്വാപര യുഗത്തിലാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ദ്വാപര യുഗത്തിലെ യജ്ഞങ്ങൾ തന്നെയായിരുന്നു. ഇപ്പൊ കലിയുഗത്തിലാണല്ലോ നമുക്ക് എന്ത് ഭഗവാന്മാര് പെട്ടെന്ന് പ്രത്യക്ഷമാവും. നമ്മൾ പറയും നാമജപം മാത്രം മതി. അപ്പൊ യജ്ഞമായിരുന്നു അന്നത്തെ കാലത്ത്, നാമത്തിനേക്കാൾ കൂടുതൽ. അപ്പൊ ആ യജ്ഞം ചെയ്യുമ്പോ ദേവന്മാർ പ്രസാദിക്കും. അപ്പൊ നിനക്ക് ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും അർജുന. അങ്ങനെ നീയെ പരമവ്യാപ്സ്യത, പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുക അർജുന എന്ന് 3ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ 11ാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു. 12ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ വീണ്ടും പറയുന്നത്? ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രതായൈഭ്യോ യോ ഭുങ്ക്തേ സ്നേന ഏവ സാ. എന്താ പറയുന്നത്? അപ്പൊ യജ്ഞം ചെയ്ത ദേവന്മാര് പ്രസാദിക്കും, ദേവന്മാർ അനുഗ്രഹം ചെയ്യും എന്ന് പറഞ്ഞപ്പോ 11ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ പറഞ്ഞു, യജ്ഞഭാവത്താൽ സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടഭോഗത്തെയും അപ്രദാനം ചെയ്യും, ഇഷ്ടഭോഗങ്ങളെ തരും. ആയതിനാൽ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ ഭഗ്നഭാവിതഃ തൈർദത്താന പ്രദായഭ്യോ. എന്താണ്? ദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ടവയെ അവർക്കു നൽകാതെ ഏതൊരുത്തൻ അനുഭവിക്കുന്നുവോ അവൻ കള്ളനാണ്. അതാണ് യോ ഭുങ്ക്തേ സ്നേന ഏവസ എന്ന് പറയുന്നത്. യജ്ഞഭാഗം ദേവന്മാർക്ക് ഭാഗിക്കണം. നമ്മൾ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കുള്ള യജ്ഞം ദേവന്മാർക്കുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും തൈർദത്യാന പ്രധായഭ്യോ യോ ഭുങ്ക്തേ സ്നേന ഏവസ, എന്താണ്? ദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ടവയെ അവർക്കു നൽകാതെ ഏതൊരുവൻ അനുഭവിക്കുന്നുവോ അവൻ കള്ളൻ തന്നെയാണ്. ഭഗവാനെ നമുക്ക് തരുമ്പോ നമ്മൾ പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുക, ഭഗവാനെ എനിക്ക് തന്ന ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യം ഭഗവാൻ എനിക്ക് തന്നു അല്ലേ. ആ അനുഗ്രഹം ഇപ്പോഴും എനിക്ക് ത്രിവേണി സംഗമത്തില് സ്നാനം ചെയ്ത ആ ഒരു അനുഭവത്തിലൂടെ ഞാനിങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഞാൻ ഭഗവാൻ എനിക്ക് ആ ഭാഗ്യം തന്നൂലോ. ഭാഗ്യം ഒരു നിസ്സാരയായ എന്നെ ഭഗവാൻ അവിടെ എത്തിച്ചുല്ലോ. അപ്പൊ ഭക്തി മതി, പരമമായ ഭക്തി, മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 13 മാസമായി ചെയ്യുന്ന ആധ്യാത്മിക ക്ലാസ്സുകളിലൂടെ കഴിഞ്ഞ കൊല്ലം 2024 ജനുവരി 22 പ്രാണപ്രതിഷ്ഠ സമയത്ത് വിളക്കുപൂജ അയോധ്യയിലെ രാമപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാ അമ്പലങ്ങളിലും വലിയ സ്ക്രീൻ വെച്ച് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ആ കണ്ണ് തുറക്കുന്ന കാഴ്ച എല്ലാവരും കണ്ട് അമ്പലങ്ങളിൽ വിളക്ക്. ആ സമയത്താണ് ഡിക്ലറേഷൻ നടത്തിയത്. ഇന്ന് ഞാൻ പറയുന്നു, എല്ലാ അമ്മമാർക്കും ആധ്യാത്മിക ക്ലാസ്സുകൾ എടുക്കും. ആ ഡിക്ലറേഷൻ ഭഗവാൻ ഈ നിമിഷം വരെ
ഒരു മാറ്റവും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ കൊണ്ടുപോയി. 13ാമത്തെ മാസം കഴിഞ്ഞപ്പോ ഭഗവാൻ ശ്രീരാമദേവൻ പറഞ്ഞു, അയോധ്യയിലേക്ക് വരൂ. നേരിട്ട് ക്ഷണിച്ച പോലെയാണ് തോന്നിയത്. കാരണം ഞാൻ പോയത് 1 മണിക്കൂറിനുള്ളിലുള്ള തീരുമാനത്തിലാണ്. നിങ്ങൾക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വളരെ സന്തോഷമാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. അപ്പോ 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, യജ്ഞഭാവത്തിൽ സന്തുഷ്ടരായ ദേവന്മാർ. ഈ ദേവന്മാർക്ക് നമ്മൾ യജ്ഞഭാഗം കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇഷ്ടഭോഗങ്ങളെ പ്രദാനം ചെയ്യും. ആയതിനാൽ ദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ടവയെ അവർക്കു നൽകണം. കാരണം നമുക്ക് ഈ കിട്ടിയത് മുഴുവൻ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ഗീതാമൃതം ഞാൻ എന്താ പറയാ, ഗുരുവായൂരപ്പ കൃഷ്ണ, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ, അങ്ങയുടെ അനുഗ്രഹത്താലാണ് എനിക്ക് നടക്കുന്ന. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എന്റെ കഴിവല്ല ഭഗവാന്. അതുപോലെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്മാരുടെ അനുഗ്രഹമാണ് അല്ലെ. നമ്മുടെ പ്രകൃതി നമുക്ക് പ്രകൃതി ഒരു അതിപരാശക്തിയാണ്. പ്രകൃതിയെ, അതുകൊണ്ടാണ് ഞാൻ സൂര്യചന്ദ്രന്മാരെ, പ്രത്യക്ഷ ദൈവങ്ങളെ പൂജിക്കൂ, നവഗ്രഹ സ്തോത്രത്തിന് ഞാൻ പ്രാധാന്യം നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആ നവഗ്രഹ സ്തോത്രം ഓരോരുത്തരെ പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും എനിക്ക് പ്രത്യക്ഷമായി പ്രകൃതിയിൽ നോക്കി ഞാൻ സൂര്യദേവനെ വണങ്ങാൻ എല്ലാ ദിവസവും എനിക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രയാഗയിൽ ത്രിവേണി സംഗമത്തിൽ പോയി ഞങ്ങൾ സ്നാനം ചെയ്യുമ്പോൾ സൂര്യദേവൻ താഴത്തേക്ക് പോകുന്ന സമയം 5 മണി, തിരുവില്ലോമല ഏകാദശിയുടെ അന്നാണ് ആ പുണ്യ തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ. ആ സൂര്യനെ നോക്കി, താന്നു പോയിട്ടില്ല, താന്നു പോകുന്ന സമയത്തുള്ള ആ സൂര്യൻ, അസ്തമന സൂര്യൻ, ഉസ്തമിച്ച് പോയിട്ടില്ല, ആ സൂര്യ ഭഗവാനെ നോക്കി സ്നാനം ചെയ്യാൻ. അപ്പൊക്കെ നോക്കൂ, ആ നവഗ്രഹ സ്തോത്രത്തിന്റെ പ്രാധാന്യം, പ്രത്യക്ഷ ദൈവമായ സൂര്യ ഭഗവാന്റെ പ്രാധാന്യം. എനിക്ക് അതിലൊക്കെ നന്ദിയാ. ഞാൻ അത് ചെയ്തത് കൊണ്ടും ഞാൻ അത് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടും സൂര്യഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെയൊക്കെ തോന്നണേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾക്ക് ദേവന്മാർ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുമാണ് അവര്. അപ്പൊ അത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതിനൊരു ഭാഗം ഭഗവാൻ യജ്ഞം കൊടുക്കണ്ടേ നമുക്ക്? അതാണ് ഈ ഇതിൽ പറയുന്നത്. അങ്ങനെ അവര് ദാനം ചെയ്യപ്പെട്ടതായ യജ്ഞങ്ങളെ അവർക്ക് നൽകാതെ അനുഭവിക്കുന്നവൻ അവൻ ആ കള്ളനാണ് അർജുന എന്ന് 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. 13ാമത്തെ ശ്ലോകത്തിൽ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. യജ്ഞശിഷ്ടാശിനസ്സന്ധോ മുച്യന്തി സർവകിൽബിഷൈഃ ബൃഞ്ചതേതി ത്വഖം പാപാ യേ ച പചന്ത്യാത്മകാരണാത്. പിന്നെ അദ്ദേഹം പറയാണ്, യജ്ഞശിഷ്ടാശിനസ്സന്ധോ, യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ. എന്താണ് യജ്ഞശിഷ്ടം? നമ്മൾ ഭഗവാനെ നേദിക്കും, ഭഗവാന് പൂജിക്കും. ആ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്കത് നിവേദ്യമായി. യജ്ഞശിഷ്ടം നമ്മൾക്ക് എല്ലാവർക്കും പ്രസാദ വിതരണം ചെയ്യൂലേ, അതാ പറയുന്നത്. യജ്ഞശിഷ്ടാശിനസ്സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. നമ്മൾ വളരെ തീർത്ഥം കഴിക്കുക, അമ്പലത്തിൽ പോയിട്ട് പ്രസാദം വാങ്ങുക, പായസം കഴിക്കുക, പഞ്ചഗവ്യം കഴിക്കുക, അല്ലേ? യജ്ഞശിഷ്ടമാണ് അതൊക്കെ. അതൊക്കെ വളരെ ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുമ്പോ എന്താ പറയുന്നത്? യജ്ഞശിഷ്ടാശിനസ്സന്തോ, സന്തോഷത്തോടുകൂടി വേണം സ്വീകരിക്കാൻ. പഞ്ചഗവ്യം കഴിക്കുമ്പോൾ ഉള്ളില് അയ്യോ ഇതില് ചാണകം ഉണ്ടല്ലോ. പഞ്ചഗവ്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ, പശുവിൽ നിന്ന് വരുന്ന 5 സാധനങ്ങൾ വെച്ചിട്ടാ. അപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരികയാണ് ചാണകവും കൂടിയിട്ടുള്ളത്. അങ്ങനെ വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, ഭഗവാനേ എന്ന് പറഞ്ഞ് കഴിക്കണം. അപ്പോ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. പിന്നെന്താ പറയുന്നത്? ഭുഞ്ചതേ തേ ത്വഖം പാപാ യേ പചന്ത്യാത്മകാരണാത്. എന്താ പറയുന്നത്? എന്നാൽ അവരവർക്കു വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന പാപികൾ. എന്താണ് അതിന്റെ അർത്ഥം? ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും, നമ്മൾ മാത്രം. അമ്മ വേണ്ട, അച്ഛൻ വേണ്ട, സഹോദരങ്ങൾ വേണ്ട. ഇന്നലത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ആരും വേണ്ടാത്തൊരു കാലം. അപ്പൊ എന്താണ്? അവരവർക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന കുറേ അധികം ആൾക്കാരെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാല്ലേ? നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ വീട്ടിലില്ലേ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലില്ലേ, നമ്മുടെ ബന്ധുക്കളിലില്ലേ, നാട്ടുകാരിലില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടോ? എന്താ പറയാ, ഗുണത്തിനും ഇല്ല, ദോഷത്തിനും ഇല്ല, ഒന്നിനും ഇല്ല. പിന്നെ അതൊരു സമാധാനമുണ്ട്. ചിലവരാണ് ദോഷത്തിന് മാത്രമുള്ളവരുണ്ട്, ചിലവർ ഗുണത്തിന് മാത്രമായി ജീവിക്കുന്നവരുണ്ട്. കർമ്മം ചെയ്തുകൊണ്ട് സജ്ജന സത്സർഗം. അതുപോലെ എനിക്ക് ഈശ്വരനൊരു ഭാഗ്യം തന്നു ഭഗവാനെ,
ഞാൻ ഏതോ പൂർവ്വജന്മ സുഹൃതി, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഗീത ക്ലാസ്സും ആധ്യാത്മിക ക്ലാസ്സൊക്കെ എടുക്കാൻ ഒരു പ്രാപ്തയാക്കിയത് ഭഗവാൻ. സന്തോഷമാണ് എനിക്കതിന്, ഭയങ്കര സന്തോഷം. ഇനിയും എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റട്ടെ ഭഗവാനെ എന്നാണ് പറയുന്നത്. അപ്പോ ആ 13ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, അർജുന, യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. ഭുഞ്ചതേ തേ തുകം പാപായേ പചന്ത്യാത്മകാരണാത്. എന്നാൽ അവരവർക്കു വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന പാപികൾ പാപത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. എന്താണ്? എനിക്ക് മാത്രം. അപ്പൊ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ആന്തരാർത്ഥം എന്താ? നീ ഈ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടുള്ള ദുരുദ്ധമല്ല, ഇത് നീ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, നിന്റെ വംശത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നീ ഒരിക്കലും എന്നെ, ഞാൻ, എന്റെ ഗുരുജനങ്ങൾ എന്ന് പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് ചുരുങ്ങരുത്. നീ നിന്റെ കർമ്മത്തെ വ്യാപിപ്പിക്കൂ, മറ്റുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന വിധത്തിലാകണം. അപ്പൊ ഉയർത്തെണീക്കണം അർജുനൻ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അവരവർക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവരാകരുത്. അതാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 14ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ. എന്താ പറയുന്നത്? കർമ്മയോഗത്തിലെ 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അന്നാദ്ഭവന്തി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളും അന്നത്തിൽ നിന്നുണ്ടാകുന്നു. അന്നം പറഞ്ഞ എന്താ? ഭക്ഷണം. എല്ലാ ജീവജാലങ്ങളും ഭക്ഷണത്തിൽ, കാരണം എന്താ? ഭക്ഷണം കഴിച്ചാലല്ലേ ജീവജാലങ്ങൾക്ക് ജീവിക്കാനും ഉയരാനും അല്ലെ, എല്ലാം പുതിയ തലമുറയെ ഉണ്ടാക്കാനും എന്ത് വേണം? അന്നം കിട്ടിയാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അതാണ് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാതന സംഭവ. അന്നത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നു. യജ്ഞാത് ഭവതി പർജന്യഃ. എന്താണ്? അന്നം ഉണ്ടാകുന്നത് എവിടെന്നാ? മഴയിൽ നിന്ന്. എങ്ങനെ മഴയുണ്ടാവുക? യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. എങ്ങനെ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകും? നമ്മളിപ്പോ ഒരു ഹോമം ചെയ്യാൻ വയ്ക്കും. നമ്മളിപ്പോ ചെയ്യുമ്പോൾ ഗണപതി ഭഗവാനെ സ്തുതിച്ചു, ശ്രീകൃഷ്ണ പരമാത്മാവിനെ, ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രങ്ങൾ വെച്ചപ്പോൾ അവർക്കൊക്കെ നമ്മൾ അവരുടെ സഹായം ഉണ്ടാവണേ. അതുപോലെ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഒരു ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന്, ഹോമത്തിൽ നിന്ന് അഗ്നി മുകളിലേക്ക് പോയി എന്തുണ്ടാവും? ഈ ധൂപപടലങ്ങളും ഒക്കെ മുകളിലേക്ക് പോയി എന്താ ഉണ്ടാവുക? മേഘപടലങ്ങൾ. അതുകൊണ്ടാണല്ലോ മഴ ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ഈ വേനൽക്കാലത്ത്, ഈ കടുത്ത വേനലിൽ എന്തുണ്ടാവും? ഈ വേനൽ ചൂടുകൊണ്ട് കടലിലെയും സമുദ്രങ്ങളിലെ പുഴയിലേക്കും വെള്ളം ചൂട് പിടിച്ച് നീരാവിയായി മുകളിൽ പോയി മേഘമായി, മേഘം തണുത്ത് മഴയാകുന്നു. അതുപോലെ തന്നെയാണ് യജ്ഞത്തിലെ ചൂടുകളിൽ നിന്ന് കിട്ടുന്ന അത് എന്താണ്? അതാ പറയുന്നത്, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നമുണ്ടാകുന്നത് മഴയിൽ നിന്ന്. എങ്ങനെ മഴയുണ്ടാകും? യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ടാണ് ജനിച്ചു വീഴുന്ന കുട്ടികളെ കർമ്മം നന്നായിരിക്കാൻ മാതാപിതാക്കൾ തുടക്കത്തിലെ കർമ്മങ്ങൾ നല്ല രീതിയിലാവാൻ അവർക്ക് മാതൃകയായി നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ശിശു ഉദരത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ അമ്മ ഭക്തിയോടുകൂടി, നാമജപത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ കുട്ടി ഉണ്ടായി വരുന്ന കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമുക്ക് പുതിയ തലമുറകളെ സൃഷ്ടിക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ കാണുന്ന എന്താ പേപ്പറിലൊക്കെ കാണുന്ന കണ്ടില്ലേ? വിദ്യാർത്ഥിയെ അടിച്ചു കൊല്ലുക, ഒരുത്തൻ തന്നെ 5-6 പേരെ കൊല്ലുക. എന്താ കാണുന്നത്? നമ്മൾ പറയാറില്ലേ, കലിയുഗത്തിൽ ഒന്നും ആയിട്ടില്ല, കാണാൻ വരുന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ ഇങ്ങനെയായി. അപ്പൊ ഇനിയുള്ള കാലങ്ങൾ എന്തൊക്കെ കാണേണ്ടി വരും അല്ലെ? അപ്പൊ ആ കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എന്താ പറയുന്നത്? എന്റെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഇതാ ഗുരുജിയുടെ പ്രഭാഷണത്തിലും ഗുരുജിയും പറഞ്ഞു, ചിദാനന്ദപുരി സ്വാമികളും പറഞ്ഞു, ഗുരുജി മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല, എന്താ ചെയ്യ, കാലം പോയ പോക്കെ. 14 വയസ്സായ മകനെ പറഞ്ഞു തിരുത്താൻ പറ്റുമോ? 4 വയസ്സായപ്പോ തന്നെ പറഞ്ഞു തിരുത്തി കൊണ്ടുവന്നാൽ 14 വയസ്സായാൽ അവൻ അനുസരിക്കുമായിരുന്നു. അന്ന് എന്തേ നിങ്ങൾ ചെയ്തില്ല? അതാണ് ഗുരുജി ചോദിക്കുന്നത്. ഞാനും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും റീൽസുകളിലും എല്ലാത്തിലും ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ പറയും, ഞാൻ കുട്ടികളെ കുറ്റം പറയില്ല. കുട്ടികൾക്ക് എന്താ അറിയാം? ഞാൻ അവരുടെ മാതാപിതാക്കളെ കുറ്റം പറയുള്ളൂ. അതിൽ പിതാവിന് സെക്കൻഡ്, ഫസ്റ്റ് അമ്മ.
അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന ആ കുട്ടിയെ അമ്മ വേണം. മാതാവാണ് ആദ്യത്തെ ഗുരു. പിതാവിന് കുടുംബം നോക്കാനുള്ള തത്രപ്പാടിലായിരിക്കും, പിതാവും വേണം, പക്ഷേ ആദ്യത്തെ ഗുരു മാതാവാണ്. മാതാ പിതാ പിന്നീടാണ് ഗുരു. 4ാം സ്ഥാനമേ ഭഗവാന് പോലുമുള്ളൂ എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ ഗീത പഠിച്ചോളൂ, കുട്ടികളെ പഠിപ്പിച്ചോളൂ, നിങ്ങളുടെ കയ്യിൽ ഗീത വെക്കൂ. ഞാൻ പെട്ടെന്നുള്ള യാത്രയാണെങ്കിൽ പോലും കുറേയധികം നാമപുസ്തകങ്ങൾ എടുത്തുകൂടെ കൊണ്ടുപോകുന്ന കൂടെ ഈ ഭഗവത്ഗീതയും ഞാൻ എടുത്തിട്ട് പോയി. ഈ ഭഗവത്ഗീതയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊരു എന്താ പറയാ, നമുക്കൊരു ശക്തിയാണത്. ആ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ 5-6 ദിവസത്തെ യാത്രയിൽ ഇവിടെ കൊണ്ടുവന്ന് സുരക്ഷിതമായി എത്തിച്ചു തന്നില്ലേ ഭഗവാൻ. ഇത് പറയാനിരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയില്ലേ വീണ്ടും. ഗീതാമൃതം പറയാ ഈ ഗുരുവായൂരപ്പൻ. പക്ഷെ ഞങ്ങളുടെ കൂടെ ഈ ഉണ്ണിക്കണ്ണൻ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഉണ്ണിക്കണ്ണനല്ല, ഡോക്ടർ നളിനി മാധവ്, ആ അമ്മയുടെ കൂടെ എന്നും ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. ആ ഉണ്ണിക്കണ്ണനെ പിടിച്ചിരുത്താൻ എനിക്ക് യോഗം കിട്ടിട്ടോ. വെറുതെ എല്ലാവരുടെ അടുത്തേക്കൊന്നും പോയില്ല അത്ര. അമ്മയുടെ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ യാത്ര ഉണ്ടല്ലോ, ഈ 6 സംസ്ഥാനങ്ങൾ കടന്നു പോയതൊന്നും അറിഞ്ഞതേ ഇല്ല. കാരണം ഞങ്ങളുടെ ഈ സംസാരം മുഴുവൻ സത്സംഗമായിരുന്നു, സജ്ജന സംസർഗമായിരുന്നു. ഈ അനുഭവങ്ങൾ അമ്മയോട് ചോദിക്കാൻ ഒരു ആഗ്രഹം. അമ്മ എങ്ങനെയാണ് ഉണ്ണിക്കണ്ണനെ കിട്ടിയത്, അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ 5 വർഷമായിട്ട് ഈ എന്ത് രസമായിരുന്നു എന്നറിയോ. ഇത്ര ഈ കാലത്ത് നല്ല നീരൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ, അതൊക്കെ ശരിയുണ്ടാവൂലോ. പക്ഷെ ഇപ്പോഴും ഹാപ്പിനെസ് ഇപ്പോഴും പോയിട്ടില്ല. ആ ഉണ്ണിക്കണ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായത് കൊണ്ടായിരിക്കും ഞങ്ങൾ ഒരു അപകടം കൂടാതെ അങ്ങോട്ട് എത്തിച്ചത് എല്ലാവരും അല്ലേ. അപ്പോ നമുക്കിന്ന് 14ാമത്തെ ശ്ലോകത്തിൽ നമുക്കിന്ന് നിർത്താം. 4 ശ്ലോകത്തോടു കൂടി നിർത്താം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കഥകളും ഒന്നും പറഞ്ഞു തരുന്നില്ല. കാരണം എന്താ അറിയോ, ഇനിയുള്ള എപ്പിസോഡുകളിൽ മുഴുവൻ ഞാൻ എൻ്റെ കുംഭമേളയിലെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഞങ്ങൾ 10 പേരുടെ അനുഭവക്കുറിപ്പുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാമജപം ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിൽ ഞാനിങ്ങനെ ഓരോരുത്തരുടെ അനുഭവ എക്സൈറ്റ്മെന്റ്, അതായത് ഈ 10 പേരും പല സ്ഥലത്തുനിന്ന് വന്നവരാണ്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അർബാനിയ എന്ന് പറയുന്ന ഒരു വണ്ടി, ഒരു പുതിയ വണ്ടി കേട്ടോ, അതിലാണ് ഞങ്ങൾ പോയത്. ഫുൾ AC ആയതുകൊണ്ട് ക്ഷീണം അനുഭവപ്പെട്ടില്ല. ഒക്കെ ഈശ്വര കൃപ, അത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 55,000, 60,000, 75,000 ഒന്നും ഞങ്ങൾക്കായിട്ടില്ല. എല്ലാ ചെലവും കൂടി ഞങ്ങൾക്ക് വേണമെങ്കിൽ 25,000 രൂപ വന്നിട്ടുണ്ടാവും. ഭക്ഷണം, താമസം എല്ലാം കൂടിയിട്ട് ഞങ്ങൾക്ക് ആകെ വന്നില്ല. അതൊരു ഭാഗ്യം തന്നെയല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോ ആ നന്ദി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗുരുവായൂരപ്പ. അത് ഏത് നാമത്തിലൂടെ പറഞ്ഞിട്ട് വേണം ഞാനത് നിർത്താൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ഭഗവാനെ, ഇന്ന് പൂന്താനം, ഇന്നലെ നമ്മള് ഇപ്പൊ 2 ദിവസം മുമ്പ് നമുക്ക് കുംഭമാസത്തിൽ അശ്വതി നാള് പൂന്താനം ദിനമായിരുന്നു, അറിയാലോ നിങ്ങൾക്ക്. ആ പൂന്താനം ദിനത്തില് നമുക്ക് ഭഗവാൻ, ആ പൂന്താനത്തിന് നിങ്ങൾക്ക് അറിയാലോ, ഭട്ടതിരിപ്പാടിന്റെ ഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ വിഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ ഭഗവാൻ അല്ലേ. ആ പൂന്താനം എഴുതിയ ചെറിയ നാമങ്ങളാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെറിയ വലിയ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. ഭട്ടതിരിപ്പാടൊക്കെ നാരായണീയം സംസ്കൃത ശ്ലോകത്തിൽ പറഞ്ഞപ്പോൾ പൂന്താനം വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നു ജ്ഞാനപ്പാന അല്ലേ. അതിലാണ് പൂന്താനത്തിന്റെ ആ ജ്ഞാനപ്പാനയിൽ നമുക്ക് ഏതെങ്കിലും ഒരു 4 വരികൾ, യുഗം 4ലും നല്ലു കലിയുഗം, അത് പറഞ്ഞിട്ടുണ്ട് പൂന്താനം അല്ലേ. ആ കലിയുഗത്തില് നമ്മള് നാമജപം ചൊല്ലണം എന്നാണ് പറയുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.